ഹലോ, വെൽക്കം ടു ഐസ് കിച്ചൻ. നമുക്കൊരു മയണൈസ് ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മയണൈസ് വീട്ടിൽ റെഡിയാക്കിയെടുക്കാം. മയണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. അതിനായി 2 മുട്ട, 5-6 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഓയിൽ അല്പാൽപമായി വേണം ഒഴിച്ചു കൊടുക്കാൻ. റെഡിയാക്കിയ മയോണൈസ് മാറ്റി വയ്ക്കുക. ഇനി ചിക്കൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. 1 തക്കാളി, 3 വെളുത്തുള്ളി, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, പകുതി സവാള എന്നിവ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇഫ ചിക്കൻ തയ്യാറാക്കുന്ന രീതിയിൽ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കുക. ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ചിക്കൻ ഇട്ട് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു കടായിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി നമ്മുടെ മസാലക്കൂട്ട് അല്പാൽപ്പം ഒഴിച്ചു കൊടുക്കണം. നന്നായി വേകുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. ഓരോ പ്രാവശ്യവും തിരിച്ചും മറിച്ചും ഇടുമ്പോഴും നമ്മുടെ മസാലക്കൂട്ട് ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പാകമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യണം. നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഷവർമയുടേതുപോലെ തന്നെ ചിക്കനെ ചെറിയ ചെറിയ പീസുകളാക്കണം. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മയണൈസ് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ മയണൈസ് ഒരു ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ജ്യൂസി മയണൈസ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.